കോൺഗ്രസ് എം.എൽ.എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീണ്ടും ബലാത്സംഗ കേസ്. ബംഗളൂരു സ്വദേശിനിയായ 23-കാരി കെ.പി.സി.സിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ക്രൈംബ്രാഞ്ച് കേസെടുത്തത്. നിലവിലെ കേസ് അന്വേഷിക്കുന്ന പ്രത്യേക സംഘത്തിനു തന്നെയാണ് അന്വേഷണ ചുമതല. ഒളിവിൽ കഴിയുന്ന എം.എൽ.എക്കായുള്ള തിരച്ചിൽ അന്വേഷണ സംഘം ഊർജിതമാക്കി. യുവതിയെ ബലാത്സംഗം ചെയ്യുകയും ഗർഭഛിദ്രത്തിന് നിർബന്ധിക്കുകയും ചെയ്ത കേസിൽ അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രണ്ടാമത്തെ കേസും രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വിവാഹ വാഗ്ദാനം നൽകി രാഹുൽ തന്നെ പീഡിപ്പിച്ചെന്ന് കാട്ടി കെ.പി.സി.സി അധ്യക്ഷനും രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും ബംഗളൂരുവിലെ 23-കാരിയായ യുവതി പരാതി നൽകിയിരുന്നു. ഈ പരാതി കെ.പി.സി.സി പ്രസിഡന്റ് DGPക്ക് കൈമാറി. പിന്നാലെയാണ് ക്രൈംബ്രാഞ്ച് കേസെടുത്തത്. ബലാത്സംഗം ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചുമത്തിയാണ് കേസ്. പരാതിയുടെ അടിസ്ഥാനത്തിൽ യുവതിയിൽ നിന്ന് മൊഴിയെടുക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. മൊഴി നൽകാൻ യുവതി തയ്യാറായില്ലെങ്കിൽ കെ.പി.സി.സി പ്രസിഡന്റിനെ വാദിയാക്കി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനും ആലോചനയുണ്ട്. ക്രൈംബ്രാഞ്ചാണ് കേസെടുത്തതെങ്കിലും നിലവിലെ കേസ് അന്വേഷിക്കുന്ന SITക്ക് തന്നെയാണ് അന്വേഷണ ചുമതല. ഡിവൈഎസ്പി സജീവൻ അന്വേഷണത്തിന് നേതൃത്വം നൽകും. അതേസമയം ആദ്യ പരാതിക്ക് പിന്നാലെ ഒളിവിൽ പോയ കോൺഗ്രസ് MLAയെ കണ്ടെത്തുന്നതിനായി അന്വേഷണ സംഘം തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. രാഹുലിനെതിരായ പരാതികൾ സന്തത സഹചാരിയായ ഷാഫി പറമ്പിലിനും അറിയാമായിരുന്നുവെന്ന് നിരവധി യുവതികൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഒളിവിൽ കഴിയാനുൾപ്പെടെ കോൺഗ്രസ് നേതാക്കളുടെ സഹായം രാഹുലിന് ലഭിക്കുന്നുവെന്ന് ആക്ഷേപവും ശക്തമാണ്. പിന്നാലെ രാഹുലിനെതിരെ പുതിയ പരാതികൾ കൂടി എത്തിയതോടെ കൂടുതൽ പ്രതിരോധത്തിലാവുകയാണ് കോൺഗ്രസ്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.